നമുക്കറിയാം ചില സിനിമകൾ അത് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഈ കാലഘട്ടത്തിലുള്ള സിനിമയല്ല, അതിനുശേഷമുള്ള സിനിമകളാണെങ്കിൽ പോലും അദ്ദേഹം വാണിജ്യ സിനിമകളൊക്കെ ചെയ്യുന്ന സമയത്ത് പൊതുവെ അതിൻ്റെ ഒരു സ്വഭാവം നമുക്കറിയാം. ഒരു കഥാപാത്രം എങ്ങനെയായിരിക്കണം ഈ വാണിജ്യ സിനിമകളിലേക്ക് വരുമ്പോൾ അതിൽ എത്രത്തോളം മാറ്റങ്ങൾ അതിൽ വരേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ. പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ എന്താണോ താൻ എഴുതി വെച്ചിരിക്കുന്നത്, എന്താണോ ഏത് രീതിയിലാണോ ആ സിനിമ സഞ്ചരിക്കേണ്ടത്, അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹം ഉദ്ദേശിക്കുന്ന ദിശയിലേക്ക് അതിന് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മളെപ്പോഴും പറയും, ആ യാഥാർത്ഥ്യങ്ങൾ വിട്ടുകൊണ്ടൊരു കളിയും ശ്രീനിവാസൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എല്ലാത്തിൻ്റെയും യാഥാർത്ഥ്യങ്ങൾ അതെടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയെ സംബന്ധിച്ച്, കാരണം നമ്മൾ കുറച്ചുകൂടി ഒരു എന്താ പറയുക, പ്രത്യേകിച്ച് ഈ പറയുന്നത് പോലെ തിയേറ്ററിൽ ഒരുപാട് ഓടണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ കുറച്ചുകൂടി അതിൽ പൊടിപ്പും തൊങ്ങലും ഒക്കെ ചേർത്ത് വെക്കാറുണ്ട്. പല സംവിധായകരും ഇല്ലെങ്കിൽ എഴുത്തുകാരും ഒക്കെ ചെയ്തിരുന്ന കാര്യം കൂടിയാണ്. നടന്മാരെ സംബന്ധിച്ച് കുറച്ചുകൂടി ആക്ഷൻ ഉണ്ടാകാറുണ്ട്, ഇല്ലെങ്കിൽ അവർക്ക് പാട്ടിന് പ്രാധാന്യം നൽകാറുണ്ട്. അങ്ങനെ ആ രീതിയിൽ കുറച്ചുകൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ശ്രീനിവാസൻ ശ്രദ്ധിച്ചിരുന്നത് എപ്പോഴും ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തെ ഒട്ടും കളയാതെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. കാരണം അതായിരിക്കും കുറച്ചുകൂടി മനുഷ്യരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നൊരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ അതായിരിക്കും ആ രീതിയിൽ അതിനെ അങ്ങനെ അദ്ദേഹം കൈകാര്യം ചെയ്തു പോന്നിരുന്നത് എന്നുള്ളതാണ്. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ ഒരു ശ്രദ്ധ, അത് ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന സിനിമകളും കഥാപാത്രങ്ങളുമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കാരണം ഓരോ കഥാപാത്രത്തെ, അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന ഓരോ കഥാപാത്രത്തെ കാണുമ്പോഴും നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ, നമുക്ക് ചുറ്റുമുള്ള ആളുകളുമായി, നമുക്ക് ചുറ്റുമുള്ള കഥാപാത്രങ്ങളുമായി ശ്രീനിവാസന്റെ കഥാപാത്രങ്ങൾക്ക് സാമ്യമുണ്ടോ എന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്നതിലേക്ക് എത്തിച്ചത് ശ്രീനിവാസന്റെ കഥകളിലൂടെയാണ്, തിരക്കഥകളിലൂടെയാണ്. കാരണം ചില കഥകളിൽ ഇപ്പം നമുക്ക് ചില അയൽക്കാരുമായി സാദൃശ്യം തോന്നാം, നമുക്ക് കൂട്ടുകാരുമായും നമ്മുടെ വീട്ടിലുള്ള ബന്ധുക്കളുമായും ഒക്കെ സാദൃശ്യം തോന്നുന്ന തരത്തിൽ ആ രീതിയിൽ അത് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ സൂക്ഷ്മമായ മനുഷ്യരെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ നിന്നുണ്ടായതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം എത്രത്തോളം രാഷ്ട്രീയത്തിലും ഒപ്പം തന്നെ മറ്റു മേഖലകളിലുമൊക്കെ ശ്രദ്ധിച്ചിരുന്നോ, ഇല്ലെങ്കിൽ അദ്ദേഹം അത് നിരീക്ഷിച്ചിരുന്നോ, അതേപോലെ തന്നെ അദ്ദേഹം ഓരോ മനുഷ്യരെയും പഠിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏറ്റവും അദ്ദേഹം തിളങ്ങി നിന്നിരുന്ന ഒരു കാലഘട്ടം എടുത്തു നോക്കുമ്പോൾ പറഞ്ഞു പോകേണ്ടത് ചിന്താവിഷ്ടയായ ശ്യാമള തന്നെയാണ്. അത് പലതരത്തിൽ വായിക്കപ്പെടേണ്ട, ഇല്ലെങ്കിൽ മനുഷ്യർ മനസ്സിലാക്കേണ്ട ഒരു സിനിമയായിട്ടാണ് ചിന്താവിഷ്ടയായ ശ്യാമള എല്ലാ കാലത്തും നിൽക്കുന്നത്.